ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച വീണ്ടും വാഴ്ത്തുപാട്ട്. ഇത് തീർന്നില്ലേ? ഇതിൽ തുടങ്ങുന്നത് തന്നെ അന്ന് കാരണഭൂതനാണെങ്കിൽ ഇന്നത് കാവലാളാണ്. ഈ ഗാനം തുടങ്ങുന്നത് തന്നെ ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കോടി കരത്തിലേന്തി കേരളം നയിക്കയായി. തൊഴിലിനായി പൊരുതിയും ജയിലറകൾ നേടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി. മാത്രമല്ല ഈ കോവിഡിലും പ്രകൃതി ദുരന്തങ്ങളും രക്ഷകൻ എന്ന പരാമർശം അതിന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പ്ലീസ് അധികം തന്നേര്. ശരിക്കും അതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു വരിയുണ്ട്, അതെനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. അതായത് ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഏത് ജന്മി വ്യവസ്ഥയാണ് പിണറായി വിജയൻ ഇല്ലാതെയാക്കിയത്? അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രിയെ വാഴ്ത്തുകയാണ്. അത് വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതും ചില വിശേഷണങ്ങൾ അതൊക്കെ ട്രോളായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ട് നശിപ്പിച്ചോളൂ. ഗാനം രചിച്ചത് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പൂവത്തൂർ ചിത്രസേനാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അടുത്ത സംസ്ഥാനത്തൊക്കെ പോയി പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചോറ് തരുന്ന പോലെ കേരള ജനതയെ ഊട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലേ പിന്നെ കവിയായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? സൗകര്യമില്ല. രണ്ടെണ്ണം ചെന്നാൽ ഇവൻ ചില ദുഃഖ കവിതകൾ പാടും. ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. എനിക്ക് കൂതറ കവിതകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര കോമഡിയാ. ആ സ്തുതിഗീതമെന്നോ എന്ത് വേണോ നിങ്ങൾ പറഞ്ഞു, എനിക്കതിനൊന്നും ഒരു വിഷയവും ഇല്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. പോവാൻ പറ്റേ